ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ദമ്പതികൾ പിടിയിൽ. കീഴൂർ സ്വദേശി സുഭാഷും ഭാര്യ പാർവതിയുമാണ് അറസ്റ്റിലായത്. ഗുരുതരമായി പരിക്കേറ്റ കോളാരി സ്വദേശി നാസ ചികിത്സയിലാണ്. ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ ഇരിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് എന്നാണ് വിവരം. മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, അതായത് ദമ്പതികളാണ് പിടിയിലായിരിക്കുന്നത്. എന്താണ് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത്? അതായത് ബസ് സ്റ്റോപ്പിലെ ചെറിയ തർക്കമാണ് പിന്നീട് ഇത്രയും വലിയ അക്രമത്തിൽ കലാശിച്ചത് എന്നാണോ? എസ്, മിഥുൻ പിള്ള ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, അതായത് ഈ ബസ് സ്റ്റാൻഡിലെ ചെറിയ തർക്കം അത് പിന്നീട് വലിയ അക്രമത്തിൽ കലാശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദമ്പതികളാണ് പിടിയിലായിരിക്കുന്നത്. പറയൂ കൂടുതൽ വിവരങ്ങൾ. രാഖി, കണ്ണൂർ ഇരിട്ടി ബസ് സ്റ്റാൻഡിലാണ് യാത്രക്കാരനെ കല്ലിന് ഇടിച്ചു കൊല്ലാനുള്ള ശ്രമം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട ദമ്പതികളാണ് പിടിയിലായത്. കീഴൂർ സ്വദേശിയായ സുഭാഷും ഭാര്യ പാർവതിയുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ കോളാരി സ്വദേശിയായ നാസർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് സ്റ്റാൻഡിലെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്ന നാസറിനോട് ഈ ദമ്പതികൾ മാറാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അദ്ദേഹം മാറാൻ തയ്യാറായില്ല. അതേ തുടർന്ന് സ്ഥിരമായി തങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണെന്നായിരുന്നു ഈ ദമ്പതികളുടെ വാദം. ഇതേ ചൊല്ലി പരസ്പരം വാഗ്വാദം ഉണ്ടാവുകയും അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് കല്ലെടുത്ത് ഈ നാസറിന്റെ തലക്കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഭാര്യ ഭർത്താക്കന്മാരെ ഭർത്താവ് ലഹരിക്കടത്ത് ഉൾപ്പെടെ 16 കേസിലെ പ്രതിയാണ് എന്ന് പറയുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ പിടികൂടിയിട്ടുണ്ട്. രാഖി.